പ്രേതത്തെ കണ്ടു എന്നൊക്കെ പറയും. നിലാവുള്ള രാത്രികളിലൊക്കെ ചിലപ്പം ഇത് പ്രത്യേക രൂപം പ്രാപിക്കുന്ന പോലെ മേഘങ്ങളായിട്ടോ പുകയായിട്ടോ ഒക്കെ രൂപം പ്രാപിച്ചിട്ട് അദൃശ്യമായ ഭാവത്തിലും രൂപത്തിലും നമ്മളെ നിയന്ത്രിച്ചു കൊണ്ട് ചിലപ്പോൾ നമ്മുടെ കൂടെ തന്നെയൊക്കെ ഈ ശക്തിവിശേഷം ഉണ്ടാകാറുണ്ട്. ശത്രു എന്തെങ്കിലും ചെയ്താൽ ശത്രുബാധയാണ്. എന്നാൽ ഈ പ്രേതമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ആത്മാവ് ബാധിച്ചു കഴിഞ്ഞാൽ അത് പ്രേതബാധയുമാണ്. ആനമരം ചത്തു കഴിഞ്ഞാൽ ആനമർദ്ദ എന്ന രൂപത്തിലേക്ക് വരും. പൂച്ച ചത്തു കഴിഞ്ഞാൽ മാർജാര രക്ഷസ് എന്ന് പറയുന്ന ഒരു ഭാവത്തിലേക്ക് വരും. അപ്പൊ ഇവർ രണ്ടുപേരും ഇതുപോലെയുള്ള രൂപങ്ങളിൽ കൈക്കൊള്ളാറുണ്ട്. മറ്റ് ജീവജാലങ്ങൾക്ക് ഈ പ്രാണനെ അല്ലെങ്കിൽ ഈ പ്രാണശക്തിയെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ശക്തി ഇയാളുടെ ശരീരത്തിൽ ക്ഷയിച്ചു പോകുമ്പോഴാണ്. കാരണം ഒരു കിളിക്ക് ഒരു കൂട്ടിലിരിക്കണമെന്നുണ്ടെങ്കിൽ ആ കൂട് വളരെ ശക്തമായിരിക്കണം. കിളിയെ ഒന്ന് സ്വമേധയാ പ്രാണൻ പൂർണ്ണമായി സങ്കല്പം ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നതും ഒന്ന് അപ്രതീക്ഷിതമായിട്ട് പുറത്തേക്ക് പോകേണ്ട വരുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് പോകുന്ന പ്രാണനെ സംബന്ധിച്ച് അസ്ട്രൽ ലോകങ്ങൾ ഈ പലരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നതുമാണ് ഈ പറയുന്ന ആസ്ട്രൽ ലോകങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് ഈ എന്താ പറയുക പല പല നമ്മുടെ പാരാമെഡിക്കൽ സ്പെഷ്യലിസ്റ്റുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇവരെല്ലാവരും പലരും പറയുന്നത് മരണത്തിന് ശേഷം എന്ത് എന്നറിയുന്നില്ല. അപ്പോൾ ശരിക്കും പ്രേതമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് പ്രേതം, മരണത്തിന് ശേഷം ആത്മാവ് എവിടേക്കാണ് പോകുന്നത്, ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ശക്തി എന്ന് പറയുന്നത് ഒരു പ്രാണശക്തി തന്നെയാണ്. ഈ പ്രാണശക്തി എന്ന് പറഞ്ഞ വായു രൂപത്തിലാണ് നമ്മളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. കാരണം ഒരു കുട്ടി ആദ്യമായി ശ്വസിക്കുന്നത് അവൻ ആദ്യമായി കരയുമ്പോഴാണ്. ആ കരയുന്ന സമയത്താണ് അവൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായി ഈ പ്രപഞ്ചത്തിൽ നിന്ന് ശ്വാസത്തെ അവൻ ആഗിരണം ചെയ്യുന്നത്. അതുവരെ അമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് അമ്മയുടെ ശ്വസനത്തെ തന്നെയാണ് അവൻ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പം തീർച്ചയായിട്ടും അവൻ ആ ഒരു ശ്വാസരൂപത്തിൽ തന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ആ ജനനസമയത്തും മരണസമയത്ത് ശ്വാസരൂപത്തിൽ തന്നെ പുറത്തേക്ക് പോരുന്ന ഒന്നാണ് വായു. പ്രാണൻ എന്ന് പറയുന്നത് വായു എന്ന ഒരു മറ്റൊരു അർത്ഥത്തിൽ തന്നെയാണ്. പ്രാണവായു എന്നൊക്കെ നമ്മൾ പറയും. കാരണം വായു തന്നെയാണ് മനുഷ്യന്റെ പ്രാണൻ. അത് ഏത് സമയത്ത് നിന്ന് പോയാലും ഒരു ജീവൻ അവിടെ നശിക്കും. ഈ പുറത്തേക്ക് പോകുന്ന വായുവിനകത്തേക്ക് കയറാൻ പറ്റാതെ വന്നാലും അകത്തേക്ക് പോയ വായുവിന് പുറത്തേക്ക് പോകാൻ പറ്റാതെ വന്നാലും മരണം സുനിശ്ചിതമാണ്. അപ്പോൾ ഈ ഊർജത്തിന്റെ ആ ഒരു രൂപം എന്ന് പറയുന്നത് വായു രൂപത്തിൽ തന്നെയാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വായുവിനെ കാണാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ സാന്നിധ്യവും നമുക്ക് നമ്മുടെ ദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റത്തില്ല. അല്ലാതെ നമുക്ക് ചിലപ്പോൾ അനുഭവിക്കാം, കാറ്റായിട്ടൊക്കെ അനുഭവിക്കാം, സാന്നിധ്യം കാറ്റായിട്ടൊക്കെ പലരും അനുഭവിക്കാറുണ്ട്. പക്ഷെ ഈ പുറത്തേക്ക് പോകുന്ന ആ വായു നമ്മുടെ ഈ സാധാരണ വായുവുമായി ചേർന്നിട്ട് അത് മറ്റൊരു സങ്കല്പത്തിൽ, ഈ വ്യക്തി എന്ത് സങ്കല്പത്തിലാണോ അല്ലെങ്കിൽ എന്ത് ആഗ്രഹത്തിലാണോ ജീവിച്ചിരുന്നത് ആ ആഗ്രഹത്തിൻ്റെതായിട്ടുള്ള ഒരു കാലഘട്ടം വരെയും അതിനൊരു മറ്റൊരു ജീവൻ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഇയാളുടെ ശരീരത്തിൽ നിന്ന് ഈ പ്രാണന് പുറത്തു പോകേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ ഈ പ്രാണനെ അല്ലെങ്കിൽ ഈ പ്രാണശക്തിയെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ശക്തി ഇയാളുടെ ശരീരത്തിൽ ക്ഷയിച്ചു പോകുമ്പോഴാണ്. കാരണം ഒരു കിളിക്ക് ഒരു കൂട്ടിലിരിക്കണമെന്നുണ്ടെങ്കിൽ ആ കൂട് വളരെ ശക്തമായിരിക്കണം. കിളിയെ സ്വീകരിക്കാൻ ഇരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ബന്ധം അല്ലെങ്കിൽ അത്തരമുള്ള ബലം ഈ കൂടിനുണ്ടാകണം. ആ കൂട് ദ്രവിക്കുമ്പോൾ ആ കിളി അന്ന് വിട്ടു പോയിട്ട് പുതിയൊരു കൂട് കൂട്ടുകയാണ് സ്വാഭാവികമായി ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഈ പ്രാണന് ഇരിപ്പിടമാണ്. ഈ പ്രാണന് ഇരിപ്പിടമായിട്ടുള്ള പ്രവർത്തനം ചെയ്യാൻ പ്രാണന്റെ സങ്കല്പപൂർണ്ണമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുവാതെ വരുന്ന സമയത്ത് പ്രാണൻ സ്വമേധയ അത് വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു മരണമുണ്ട്. സ്വാഭാവിക മരണം എന്ന് പറയുന്ന ഒരു മരണമുണ്ട്. അതല്ലാതെ ഈ ശരീരത്തിനെ വികലമാക്കിക്കൊണ്ട്, അതായത് പ്രാണൻ ഇരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ശരീരത്തിനെ വികലമാക്കി കൊണ്ടുപോയാലും ഈ പ്രാണൻ പുറത്തേക്ക് കടന്നു പോകും. ഉദാഹരണമായിട്ട് വാഹന അപകടങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കൊലപാതകമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷാംശം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾക്ക് കേടുപാട് വരുത്തിയോ, അങ്ങനെ ഏത് തരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള അവസ്ഥകൾക്ക് കേടുപാടുകൾ വരുത്തിയാലും ഈ പ്രാണനിൻ്റെ ഉള്ളിൽ ഇരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തും പ്രാണനെ പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരും. പക്ഷെ രണ്ട് തരത്തിലാണ് പോകുന്നതെന്ന് മാത്രം. ഒന്ന് സ്വമേധയാ പ്രാണൻ പൂർണ്ണമായി സങ്കല്പം ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നതും ഒന്ന് അപ്രതീക്ഷിതമായിട്ട് പുറത്തേക്ക് പോകേണ്ട വരുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് പോകുന്ന പ്രാണനെ സംബന്ധിച്ച് ഈ വ്യക്തിക്ക് എന്ത് സങ്കല്പമാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ഈ പ്രാണന്റെ ബോധതലത്തിലേക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് അതിന് പറ്റുന്നൊരു ഗർഭാശയം, ഒരു ഗർഭം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാണൻ എവിടെയെങ്കിലും ഒരു രൂപം കൊണ്ട് അവിടെ നിൽക്കും. അതിന് പറ്റുന്നതായിട്ടുള്ള ഒരു സമയം വരുമ്പോഴാണ് അത് പുരുഷന്റെ രേതസ്സായിട്ടും സ്ത്രീയുടെ സംയോജിച്ചുകൊണ്ട് ഈ ഊർജം അങ്ങോട്ട് ഗർഭാശയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അതൊരു ജന്മത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുക എന്ന് പറയുക. ഒരു പുതിയ ജന്മമാണ് അവിടെ ഉണ്ടാകുന്നത്. മറിച്ച് ഈ പ്രേതം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആത്മാക്കൾ പഞ്ചഭാവങ്ങളായിട്ട് മാറുന്ന 5 ആത്മാക്കളും 5 ജീവനിൽ 5 ഉപരൂപങ്ങളും ഉണ്ട് അതിൻ്റെ.
അപ്പോൾ ഇത് അങ്ങനെ വരുന്ന ആത്മാവിനെ സംബന്ധിച്ചിട്ട് അഞ്ചായിട്ട് വിഘടിച്ച് കൂടിച്ചേരാൻ പറ്റാത്ത തലത്തിലേക്ക് അത് മാറും. അതായത് ഈ വ്യക്തിക്ക് എത്ര നാളാണോ ഈ ആയുസ് ശരീരത്തിന് കൊടുക്കുന്നത്, അത്രയും നാള് ഈ ആത്മാവിന് മറ്റൊരു ശരീരം കിട്ടാതെ അത് അലഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ നിലനിന്ന് പോകും. മറ്റൊരു പിതൃലോകത്തേക്ക് കടന്നു പോകുമെങ്കിൽ പോലും ഇത് നമ്മൾ ഈ പറയുന്ന ഭൂമിയുടെ അന്തരീക്ഷ പാളിയിൽ തന്നെ ഇത് നിലനിന്ന് പോകും. അത് പല സമയത്തും പല കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് ഒരു രൂപം കൈവരിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കാറുണ്ട്. അതായത് ചില സമയത്ത് പൊടിപടലങ്ങളായിട്ടും മേഘപടലങ്ങളായിട്ടും കാറ്റായിട്ടും അല്ലെങ്കിൽ അഗ്നിയായിട്ടും പുകയായിട്ടൊക്കെ വരുന്ന ചില രൂപങ്ങളത് ചില സമയങ്ങളിൽ കാണാറുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ കാണുന്നതിന് നമ്മളിടയ്ക്ക് പ്രേതത്തെ കണ്ടു എന്നൊക്കെ പറയുന്നത്. നിലാവുള്ള രാത്രികളിലൊക്കെ ചിലപ്പം ഇത് പ്രത്യേക രൂപം പ്രാപിക്കുന്ന പോലെ മേഘങ്ങളായിട്ടോ പുകയായിട്ടോ ഒക്കെ രൂപം പ്രാപിച്ചിട്ട് ഒരു വ്യക്തിയുടെ രൂപം സാദൃശ്യം കൈവരിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ അവിടെയാണ് പ്രേതത്തെ കണ്ടു എന്നൊക്കെ പറഞ്ഞ ആളുകൾ പലപ്പോഴും പേടിക്കുന്നത്. അല്ലാതെ അദൃശ്യമായ ഭാവത്തിലും രൂപത്തിലും നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ കൂടെ തന്നെയൊക്കെ ഈ ശക്തിവിശേഷം ഉണ്ടാകാറുണ്ട്. അതെ, അങ്ങനെ ശക്തിവിശേഷം നിലനിന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് തൻ്റെ ഇഷ്ടത്തിന് ഇച്ഛയ്ക്കനുസൃതമായി പ്രവർത്തിക്കാൻ സാധിക്കാതെ ഈ പ്രാണന്റെ ഇച്ഛയ്ക്ക്, ഈ സൂക്ഷ്മതലത്തിലുള്ള ഭാവത്തിന്റെ ഇച്ഛയ്ക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു വ്യക്തി തൻ്റെ വ്യക്തിത്വം മറയ്ക്കപ്പെട്ട് പുതിയൊരു വ്യക്തിയായി രൂപാന്തരപ്പെടുമ്പോഴാണ് നമുക്കൊക്കെ സംശയം തോന്നുന്നത്. ഇയാൾ ഇന്നലെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇയാളുടെ സംസാര രീതി മാറി, ഇയാളുടെ സ്വഭാവങ്ങൾ മാറി, പ്രവർത്തനങ്ങൾ മാറി, എല്ലാം മാറിയിട്ട് വേറൊരു തലത്തിലേക്ക് വേറൊരാളായിട്ട് ഇയാൾ മാറിയിരിക്കുന്നു. അപ്പോൾ സൈക്യാട്രി അതിന് പറയുന്നത്, സൈക്കോളജി എന്ന് പറയുന്നത് ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നാണ്, ദ്വന്ദ്വ വ്യക്തിത്വം എന്ന് പറയുന്നത്. നമ്മൾ ആണെങ്കിൽ പറയുന്നത് ബാധ എന്നാണ്. ബാധിക്കുന്നത് എന്തും ബാധയാണ്. ഇപ്പോൾ രോഗം ബാധിച്ച രോഗബാധയാണ്, അതെ, ശത്രു എന്തെങ്കിലും ചെയ്താൽ ശത്രുബാധയാണ്. എന്നാൽ ഈ പ്രേതമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ആത്മാവ് ബാധിച്ചു കഴിഞ്ഞാൽ അത് പ്രേതബാധയുമാണ്. അപ്പോൾ ഈ വ്യക്തിയിലൂടെ തൻ്റെ ഈ പ്രാണന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഈ വ്യക്തിയെ ചലിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ ഇയാളുടെ ജീവിതം പൂർണ്ണമായും താളം തെറ്റും. അങ്ങനെയുള്ള സൂക്ഷ്മരൂപങ്ങൾ ഈ പ്രപഞ്ചത്തിൽ പല സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്, പല ഭാവത്തിലും പല രൂപത്തിലും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈശ്വര ചൈതന്യം എന്ന് പറയുന്ന പോസിറ്റീവ് എനർജി നിൽക്കുന്നത് പോലെ തന്നെ അതിൻ്റെ മറുഭാഗമായ നെഗറ്റീവ് എനർജിയായി ഇത്തരത്തിലുള്ള പ്രാണരൂപികളും നിൽക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് മൃഗങ്ങളിൽ എത്തിയിട്ട് പ്രേതാകാത്തതെന്ന്. ചില മൃഗങ്ങളിൽ എത്താനും പ്രേതാകാറുണ്ട്. അതായത് പ്രാണശക്തി ഉയർന്നിട്ടുള്ളതും മനുഷ്യനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നതുമായ ചില ജീവജാലങ്ങൾക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ആന ചത്തു കഴിഞ്ഞാൽ ആനമർദ്ദ എന്ന രൂപത്തിലേക്ക് വരും. പൂച്ച ചത്തു കഴിഞ്ഞാൽ മാർജാര രക്ഷസ് എന്ന് പറയുന്ന ഒരു ഭാവത്തിലേക്ക് വരും. അപ്പോൾ ഇവർ രണ്ടുപേരും ഇതുപോലെയുള്ള രൂപങ്ങളിൽ കൈക്കൊള്ളാറുണ്ട്. മറ്റ് ജീവജാലങ്ങൾക്ക് അത്രയധികം മനുഷ്യന്റെ പ്രാണനെ അതിക്രമിക്കാൻ മാത്രമുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് അവർ മനുഷ്യനെ ബാധിക്കാതിരിക്കുന്നത്. എന്നാൽ ഈ രണ്ട് ജീവികൾക്കും പലപ്പോഴും ഒരു എതിരായിട്ട് ഈ പറഞ്ഞ മാർജാര രക്ഷസായിട്ടും ആനമർദ്ദയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥകൾ കാണാറുണ്ട്. അവർ പലപ്പോഴും ജീവികളെയാണ് പലപ്പോഴും ഇവർ ആക്രമിക്കുക. മനുഷ്യനെ ആക്രമിക്കാനുള്ള ശക്തി ഇവർക്കില്ല എന്നുള്ളതാണ് സത്യം. ജയമർജി, അപ്പോൾ ഈ പല ആൾക്കാരും പ്രേതങ്ങളെ കണ്ടു, അല്ലെങ്കിൽ അവിടെ കണ്ടു, ഇവിടെ കണ്ടു, പല രൂപങ്ങളെ കണ്ടു എന്നുകൊണ്ട് പേടിക്കുകയുണ്ടാവുന്നുണ്ട്, പേടിക്കാതിരിക്കുന്നുണ്ട്, പല സംഭവങ്ങൾ കേൾക്കുന്നുണ്ട് നിരന്തരം. അപ്പോൾ ഇതൊരു നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യനാണ്. ഈ പ്രേതബാധകൾ എന്ന് പറയുന്ന പീക്ക് എനർജിയും വീക്ക് എനർജിയും, അതായത് പീക്ക് ലെവലിൽ നിൽക്കുന്ന ആത്മാവും കുറച്ച് വീക്കായിട്ട് നിൽക്കുന്ന ആത്മാവും ഉണ്ടല്ലോ. സോ അതിൽ ഈ ആത്മാവ് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ പ്രേതം എന്ന ആൾക്കാർ പറയുന്നത് ഉപദ്രവകാരികളാണോ? ഈ എന്തുകൊണ്ടായിരിക്കാം ഈ പ്രേതം ഭൂമി വിട്ടു പോകാത്തത്, അല്ലെങ്കിൽ ആത്മാവ് ഭൂമി വിട്ടു പോകാത്തത്? ഈ ആത്മാവിന് അല്ലെങ്കിൽ മരിച്ച ഈ വ്യക്തിക്ക് ചെയ്യേണ്ട ചില കടമകൾ പൂർത്തീകരിക്കപ്പെടാതിരിക്കുന്ന ഒരു അവസ്ഥ കൊണ്ട് അത് മറ്റൊന്നിലൂടെ പൂർത്തീകരിച്ച് അതിൻ്റെ സംതൃപ്തിപ്പെടാതെ അതിനൊരിക്കലും ഇവിടെ നിന്ന് വിട്ടു പോകാൻ സാധിക്കില്ല. അത് മനുഷ്യനായാലും അത് തന്നെയാണ്. വീണ്ടും മനുഷ്യൻ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും പുനർജനിക്കുന്നത്? ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. ആഗ്രഹം സങ്കല്പമുണ്ട്, എനിക്ക് ഇതൊക്കെ ചെയ്തു തീർക്കണം. മനുഷ്യൻ്റെ ആഗ്രഹം അനന്തമാണ്. അപ്പോൾ ആഗ്രഹം പൂർണ്ണമായി വെടിഞ്ഞ ഒരു പ്രാണനാണെങ്കിൽ ഇനി അവനൊരു ഡ്യൂട്ടി, ഒരു കർത്തവ്യം ഇവിടെ ചെയ്യാൻ ഭൂമിയിലില്ല. പക്ഷെ മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് മനുഷ്യൻ എത്രത്തോളം കിട്ടിയാലും പുതിയ പുതിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ആഗ്രഹം ഉള്ളിടത്തോളം കാലം ഈ പ്രാണൻ പുതിയ പുതിയ അതിതക്കതായ രൂപഭാവങ്ങളെ സ്വീകരിക്കപ്പെടേണ്ടതായിട്ട് വരും. അതിനനുയോജ്യമായ ശരീരം സ്വീകരിക്കപ്പെടേണ്ടതായിട്ട് വരും. പക്ഷേ ഈ പ്രേതത്തെ സംബന്ധിച്ചിട്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, പ്രേതാത്മാവിന് ചിലപ്പോൾ ആരെങ്കിലും കൊലപാതകം ചെയ്തതാണെങ്കിൽ അതിന് പകരം വീട്ടേണ്ടതായിട്ട് വരും, ആ കുടുംബത്തോടും ആ വ്യക്തിയോടും. അതുപോലെ തന്നെ ഈ ആക്സിഡന്റിലൊക്കെ പെട്ടെന്ന് മരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് അവർ ചെയ്തു തീർക്കാത്ത കുറെ കർത്തവ്യങ്ങൾ ബാക്കി വെച്ചിട്ടാണ് അവരുടെ ശരീരത്തിൽ നിന്ന് ഈ പ്രാണനെ വേർപെട്ടു പോകുന്നത്.
അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുന്നവരാണെങ്കിൽ തന്നെ ഇങ്ങനെയാണ്. ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർക്കുണ്ടാകുന്ന ഒരു വൈകാരികമായ വിക്ഷോഭം കൊണ്ട് അവർ എടുത്തു ചാടി ചെയ്യുന്നതാണ് ആത്മഹത്യ. അതിന് പിന്നിലും അവരുടെ ഉള്ളിൽ അവർ സ്നേഹിക്കുന്ന ഭാര്യയുണ്ട്, മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരിമാരൊക്കെ ഉണ്ട്. പക്ഷേ അവരെയൊക്കെ മറന്നു പോകുന്ന ഒരു പ്രത്യേക സമയത്ത് ആ ഒരു വൈകാരിക വിക്ഷോഭത്തിൻ്റെ ഇടയിൽ അവർക്ക് പെട്ടെന്ന് ചെയ്യുന്ന ഒന്നാണ്. അതിനുശേഷം ഈ പ്രാണൻ പലപ്പോഴും അവർക്കായി മാറ്റിവെക്കപ്പെടേണ്ടി വരും കുറേ കാര്യങ്ങൾ. തീർച്ചയായിട്ടും അത് കാണപ്പെടുന്ന എപ്പോഴും ഭാര്യയോ മക്കളോ ഏറ്റവും അടുത്തുള്ളവരാണ് ഇവർ കാണപ്പെടുന്നത്. ഇത്തരം പ്രേതങ്ങളെ കണ്ടു എന്ന് പറയുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ അറിയാം, ആ വീട്ടുകാർ തന്നെയായിരിക്കും ഈ പ്രേതങ്ങളെ കൂടുതലായിട്ട് കാണുന്നത്. അതായത് ഇങ്ങനെ മരണപ്പെട്ടവർ. അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിട്ട് കൊലപാതകമൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാകും. അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല, ഇടുക്കി ജില്ലയിലൊരിടത്ത് അവിടെ ഞാൻ താമസിക്കുന്ന സമയത്ത് അവിടെ പന്നിയെ കെണിവെച്ച് കൊല്ലുന്ന ഒരു അച്ഛനും മകനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പന്നി കെണി കിടന്ന് കെണി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലായിട്ടുള്ള കെണിയാണ്, ട്രാപ്പാണ്, ഇലക്ട്രിക്കൽ ട്രാപ്പാണ്. അപ്പോൾ ഈ പാടത്ത് ഇങ്ങനെ കെണി വെക്കും, അത് ഓൺ ചെയ്തിട്ട് ഈ ചിരിച്ച് കെണി വീണ് കഴിയുമ്പോൾ അറിയാം, ഒച്ച കേൾക്കും, കരച്ചിൽ കേൾക്കുന്ന സമയത്ത് ഈ അച്ഛനും ഒരു 13 വയസ്സുള്ള മകനും ഇത് കാണാൻ പോകും. എന്നിട്ട് അവരിത് ചത്തെന്ന് ഉറപ്പ് വയ്ക്കുമ്പോഴത്തേക്കും മകൻ ഓടിപ്പോയി ഇത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അച്ഛനും മകനും കൂടെ ഈ കാട്ടുപന്നിയെ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ ഈ ഒരുപാട് പന്നികൾ ഇങ്ങനെ പെടഞ്ഞു വീണ ആ ഒരു സ്ഥലത്ത് അത്തരത്തിലുള്ളൊരു നെഗറ്റീവ് എനർജി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതെ, ഒരുപാട് ആളുകൾ ആ പാടത്തു കൂടെ പോകും, പക്ഷേ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ ഈ വ്യക്തിയുടെ ഭാര്യ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് മോട്ടോർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒന്ന് മോട്ടോർ ഓൺ ചെയ്തതാണ്. മോട്ടോർ ഓൺ ചെയ്തു അവർ മോട്ടോർ അടിച്ചൊക്കെ പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ കൂടെ വന്ന ഒരാളാണ് നോക്കുമ്പോൾ അവിടെ ചെരിപ്പ് കിടക്കുന്നു, ആ പാടത്ത് കിടക്കുന്നു, രണ്ടുപേര് ഷോക്കടിച്ച് പാടത്തിരിക്കുന്നു എന്ന് നോക്കുമ്പോൾ ഈ അച്ഛനും മകനുമാണ്. അതായത് അച്ഛനും മകനും കെണി ഊരിയിട്ട് പന്നി എടുക്കാൻ വേണ്ടി പാടത്തിറങ്ങിയ സമയത്താണ് മോട്ടറിൻ്റെ വയറാണെന്നും പറഞ്ഞ് കെണിയുടെ വയർ തന്നെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കൊണ്ട് കുത്തിയത്. അവിടെ നോക്കൂ, അവിടെ ഒരുപാട് പന്നികൾ ഇങ്ങനെ പിടഞ്ഞു വീണ സമയത്ത് ആ പിടഞ്ഞു വീണ ആ ഒരു മരണം അവിടെ വലയം പ്രാപിച്ച് ആ ഭൂമിയിൽ അവിടെ നിൽപ്പുണ്ട്, ആ പ്രദേശത്ത് നിൽപ്പുണ്ടായിരുന്നു. കൃത്യമായ സമയത്ത് ഏത് വിധേനമാണോ പന്നി കെണിയിൽ വീണ് മരിച്ചത് അതേപോലെ തന്നെ ആ അച്ഛനും ആ മകനും ആ കെണിയിൽ പെട്ട് അതേ സമാനമായ കെണി കൊണ്ട് തന്നെ അവർ മരണപ്പെട്ടു പോയി. അതുപോലെ നമ്മൾ വായിച്ചിട്ടുണ്ട്, പലപ്പോഴും പല കൊലപാതകങ്ങളും നടത്തുന്ന ആളുകൾ സമാനമായ രീതിയിലാണ് കൊല്ലപ്പെടാറുള്ളത്. അല്ലെ, സമാനമായ രീതിയിൽ പല ഗുണ്ടകളും തന്നെ അങ്ങനെ കൊല്ലപ്പെടാറുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ എന്താണ്, ആ ഗുണ്ടകളെ കൊന്ന ആൾക്കാരാണ് പ്രതികൾ. പക്ഷേ ഈ പ്രതികളിലെ ചേതോവികാരം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് അതിനു മുമ്പ് ചത്തുപോയിട്ടുള്ള പല സൂക്ഷ്മ ആളുകളായിരിക്കും. ഇപ്പോൾ ഇയാളെ കൊല്ലണം എന്ന് ഈ നേരത്തെ മരിച്ചുപോയ ഒരു പ്രേതത്തിന് നേരിട്ട് വന്ന് വടിവാളോ അല്ലെങ്കിൽ വെട്ടുകത്തിയോ കൊണ്ട് ഈ തന്നെ കൊന്നവരെ കൊല്ലാൻ സാധിക്കില്ല. പക്ഷേ ഇയാളുടെ കൂടെ നടക്കുന്ന ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഈ പ്രേതത്തിൻ്റെ ഈ ജീവന് സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇവരെ തമ്മിൽ വൈരാഗ്യം ഉണ്ടാക്കി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ പ്രേതത്തിൻ്റെ ഇംഗിതം ഈ വ്യക്തിയിലൂടെ നടത്തി ഒരു കൊലപാതകം നടത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിനെ പ്രാപിക്കുന്ന, നമ്മളെ സ്വാധീനിക്കുന്ന പല സമയത്തും ഈശ്വര ചൈതന്യത്തിനൊപ്പം തന്നെ ഇതുപോലെയുള്ള ചില സൂക്ഷ്മ ചൈതന്യങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയാതെ പോലും പോകുന്നത്. അവിടെയാണ് ഇത്തരത്തിലുള്ള സൂക്ഷ്മ തലങ്ങളുടെ പ്രസക്തി. അതിനുവേണ്ടി ഇപ്പോൾ ജയകുമാർജി പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള എനർജി സ്ഥലങ്ങളിലേക്ക് പോയി പെടാതിരിക്കുക, നല്ല ധ്യാനവും നല്ല ഈശ്വര ചൈതന്യവും വരുത്തട്ടെ. സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണോ ചെയ്തത് അത് നമ്മളിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. നന്ദി, നമസ്കാരം.